ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് ക്വാഡ്രിലേറ്ററൽസ് എന്ന് പറയുന്ന സെയിം ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്ന കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ മിഡ് പോയിന്റ് തിയറം പറഞ്ഞാണെന്നൊന്ന് വായിച്ചു നോക്കൂ. ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്, എന്തിനാ ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെൻറ്റാ? മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ മിഡ് പോയിന്റ് തിയറം തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോണത് എന്താ, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ അവിടെ സ്റ്റഡി വരച്ചിട്ടുണ്ട്, അതിൻ്റെ പേരെന്താ ABC. ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിലത്തെ കണ്ടീഷൻ എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതായത് രണ്ട് മിഡ് പോയിന്റുകൾ തന്നിട്ടുണ്ടാവും എന്ന് മനസ്സിലാലോചിച്ച് വയ്ക്കുക. അപ്പോൾ മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിലത്തെ കണ്ടീഷൻ പറഞ്ഞു എന്താ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്, ഒരു സൈഡിൻ്റെ അല്ല രണ്ട് സൈഡുകളുടെ. അപ്പോൾ ട്രയാങ്കിൾ ABC എടുത്തു, ഇതിൻ്റെ രണ്ട് സൈഡ് ഏതെങ്കിലും രണ്ട് സൈഡ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം Dയും Eയും എന്താണെന്ന് എടുത്തേക്കാണ്. ABയുടെ മിഡ് പോയിന്റ് ആണ് D എന്ന് വയ്ക്കുക, ACയുടെ മിഡ് പോയിന്റ് ആണ് E എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ Dയും Eയും മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവർ പറയണത് എന്താ, ഇൻ എ ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അങ്ങനെ ഈ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെന്റ്, അതായത് ഏതപ്പോൾ ഇവിടെ DE അല്ലേ വരിക, ഈ DE എന്തായിരിക്കും എന്നാ പറയണേ, ഇസ് പാരലൽ ടു ദി തേർഡ് സൈഡ് എന്നാണ് പറയണേ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡായിട്ടുള്ളത് ഏതാ, BC അല്ലേ. അതായത് അവർ പറയണത് ഈ DE എന്തിന് പാരലായിരിക്കുന്ന, BCക്ക് പാരലായിരിക്കും എന്നാണ് അവർ പറയണത്. അതായത് ദാറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അവിടെ തന്ന കാര്യം എന്താ എഴുതി വയ്ക്കാം, അവരെന്താ ഈ തിയറത്തിൽ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് പറയണേ. Dയും Eയും എന്താന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് അസ്യൂം ചെയ്തു, മിഡ് പോയിന്റുകളാണ്. ആരുടെ മിഡ് പോയിന്റുകളാണ്, രണ്ട് സൈഡ്സ് അല്ലേ എടുത്തത്, ഏതൊക്കെയാ, D, E ആർ മിഡ് പോയിന്റ്സ് ഓഫ് ഏതൊക്കെയാ, AB ആൻഡ് AC. അപ്പോൾ Dയും Eയും ABയുടെയും ACയുടെയും മിഡ് പോയിന്റ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ്, അതിൽ നിന്ന് എന്ത് പറയാം, ആ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെന്റ്, അതായത് DE എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലോ, അതെന്താന്ന് പറയാം, BCക്ക് പാരലൽ ആണെന്നും പറയാം. അപ്പോൾ DE പാരലൽ ടു BC ആണെന്നും പറയാം. അതോടൊപ്പം തന്നെ ആ DE എന്താണെന്നും പറയാം, BCയുടെ ഹാഫ് ആണെന്നും പറയാം. അപ്പോൾ തിയറത്തിൽ ശരിക്കും ഈ ഹാഫ് എന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളത് ഓർത്ത് വെച്ചുകൂടുക. മിഡ് പോയിന്റ് തിയറം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ രണ്ട് കണ്ടീഷൻ ഉപയോഗിക്കാം. അപ്പോൾ മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിലത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേ, ഒരു ട്രയാങ്കിൾ തരണം, അതിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്, ഇവിടെ ഏതൊക്കെയായിരുന്നു രണ്ട് സൈഡ്, ABയുടെയും ACയുടെയും മിഡ് പോയിന്റ്സ് ആയിരുന്നു Dയും Eയും. അങ്ങനെയാണെങ്കിൽ ആ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെന്റ് ആണ് DE. അതെന്തിന് പാരലാന്ന് പറയണേ, മൂന്നാമത്തെ സൈഡ്, അതായത് ABയും ACയും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ സൈഡ് ഏതാ, BC അല്ലേ. അപ്പോൾ ഈ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്ത DE ഏതിന് പാരലലാ, BCക്ക് പാരലാണെന്നാണ് തിയറത്തിൽ പറയണേ. അതോടൊപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന റിസൾട്ടാണ് ആ DE എന്താണെന്നും പറയാം, BCയുടെ പകുതിയാണെന്നും പറയാം. അതായത് ഇപ്പോൾ BC ഒരു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ DE എത്രയാണെന്ന് നമുക്ക് സുഖമായിട്ട് പറയാം, 2 എന്ന് പറയാം, പ്രൊവൈഡഡ് ഈ D എന്താണെന്ന് പറയണം, Dയും Eയും മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ തിയറത്തിൽ തന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാണ് തിയറത്തിൽ തന്നിട്ടുണ്ടാവുക, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിന്റ്സ് തരും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് പ്രത്യേകം തിരിച്ചറിയണം, കാരണം നമ്മൾ തൊട്ടടുത്തത് മിഡ് പോയിന്റ് തിയറത്തിൻ്റെ കോൺവേഴ്സാണ് പഠിക്കുക. രണ്ടും കാണുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നത് എന്താ, DABയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ, ADയും DBയും ഈക്വൽ ആണ്. പിന്നെയോ E എന്ന് പറയുന്ന ആള് ACയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AEയും ECയും ഈക്വൽ ആണ്. അപ്പോൾ പ്രത്യേകം അറിഞ്ഞോളൂ, മിഡ് പോയിന്റ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് മിഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. കണ്ടു, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, അതായത് ഏതാ, DE ആണ് ഈ ഫിഗറിൽ, അത് മൂന്നാമത്തെ സൈഡായിട്ടുള്ള BCക്ക് പാരലൽ ആണെന്നും മൂന്നാമത്തെ സൈഡിൻ്റെ പകുതിയാണെന്നുമാണ് മിഡ് പോയിന്റ് തിയറം പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് അല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം കാണിക്കണില്ല. പക്ഷെ ഇതിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വേറൊരു ക്ലാസ് രീതിയിൽ ഞാനിത് അപ്ലോഡ് ചെയ്ത് തരാം. അത് വേണമെന്നുള്ളവർ കണ്ടാൽ മതി. സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോളൂ കേട്ടോ അതിൻ്റെ പ്രൂഫ്, കാരണം അതറിയണത് എപ്പോഴും നല്ലതാണ്. സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, ആവശ്യമുള്ളവർ കണ്ടാൽ മതി. എല്ലാവരും കണ്ട് മനസ്സിലാക്കണം എന്നൊന്നുമില്ല. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് മിഡ് പോയിന്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തിയറം പറഞ്ഞ കാര്യം എന്താണെന്നുള്ളതാണ് ഈ എഴുതി വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ മനസ്സിലുണ്ടാവണം, ഈ പറഞ്ഞ കാര്യവും മനസ്സിലുണ്ടാവണം. രണ്ട് മിഡ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്യണ DE എന്ന് പറയുന്ന ലൈൻ മൂന്നാമത്തേന് പാരലലും
മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫും ആണെന്നാണ് ഈ തിയറം പറഞ്ഞേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് തിയറത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് തിയറം എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ എന്താ തിയറം പറയണത്? ഹെഡിങ് എഴുതിയിരിക്കുന്നത് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം ആണ്. അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തിരിച്ച് പറയാനാണ് ഇനി പോകുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ തിയറത്തിൽ എന്താ എഴുതിയിരിക്കണേ നോക്കൂ. ദ ലൈൻ ഡ്രോൺ ത്രൂ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നേക്കണത് എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ വരച്ചേക്കണ ഒരു ലൈൻ. ആ ലൈൻ എന്താണെന്നാ പറയണേ? പാരലൽ ടു അനദർ സൈഡ്. ആ ട്രയാങ്കിളിൻ്റെ മറ്റൊരു സൈഡിന് പാരലായിട്ടാണ് വരച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യുന്ന പറയണേ? ബൈസെക്ട്സ് ദി തേർഡ് സൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മിഡ് പോയിന്റ് തിയറി ആയിട്ടുള്ള വ്യത്യാസം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത് സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പഠിച്ചു പോകാൻ. അതായത് നിങ്ങൾക്ക് തന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ AB എന്ന് പറയുന്ന ABC ആണ് ട്രയാങ്കിൾ എടുത്തത്. അതിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് D. സോ നമുക്ക് തന്നത് AD ഈക്വൽ ടു എന്താ തന്നിട്ടുണ്ട്? DB ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അതായത് D മിഡ് പോയിന്റ് ഓഫ് ഏതാണെന്ന് എടുത്തു? AB. തൊട്ട് മുമ്പത്തേൽ എങ്ങനെയായിരുന്നു? തൊട്ട് മുമ്പത്തേൽ 2 മിഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറയണല്ലോ എന്താ എഴുതണുള്ളൂ? ഞാൻ ജസ്റ്റ് D മാത്രം, അതായത് ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ D ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എന്തെന്ന് എഴുതി? AB. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്താ പറയണേ? ശ്രദ്ധിച്ചോളൂ കേട്ടോ. ദ ലൈൻ ഡ്രോൺ ത്രൂ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ്. ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ വരയ്ക്കുന്ന ഒരു ലൈൻ അതെന്തിനാ? പാരലൽ ടു മറ്റൊരു സൈഡ്, പാരലൽ ടു അനദർ സൈഡ്. അപ്പോൾ ഈ ഡിയിലൂടെ ഈ ട്രയാങ്കിളിൻ്റെ മറ്റൊരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഈ വരയ്ക്കണ ഈ ലൈൻ എന്താണെന്ന് ഓൾറെഡി തന്നൊക്കെയാണ്. ഈ മൂന്നാമത്തെ ഈ വേറൊരു സൈഡിന് പാരലാണ്. ഞാനിപ്പോൾ വരച്ചത് വെച്ചിട്ട് ഈ വരച്ച ലൈൻ DEന് പേര് കൊടുക്കുന്നത് തൽക്കാലം. ഈ വരച്ച DE എന്ന് പറയുന്ന ലൈൻ ഏതിന് പാരലായിട്ട് എടുത്താണ്? BCക്ക്. അപ്പോൾ എഴുതിയത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇവിടുത്തെ വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. തൊട്ട് മുമ്പ് Dയും Eയും മിഡ് പോയിന്റ് ആണെന്ന് തന്നിരുന്നു. ഇവിടെ അങ്ങനെയാണോ എഴുതിയിരിക്കണേ? അല്ല, ഇവിടെ ജസ്റ്റ് ഒരു മിഡ് പോയിന്റേ തന്നിട്ടുള്ളൂ. ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് തന്നിട്ടുണ്ട് D. പിന്നെന്താ പറഞ്ഞേ? ആ മിഡ് പോയിന്റിൽ കൂടെ വരച്ചൊരു ലൈൻ എന്തിന് പാരലായിട്ടാ? അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ വേറൊരു സൈഡിന് പാരലായിട്ട് അങ്ങനെ വരച്ചതാണ് ഏത്? DE പാരലൽ ടു BC. അപ്പോൾ D മിഡ് പോയിന്റ് ആണെന്ന് തന്നിരുന്നു. പിന്നെ തന്നിരുന്ന കാര്യം ഈ വരച്ച DE BCക്ക് പാരലാണെന്നും തന്നിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറയണതേ ആ E എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് ഏതിനെ കട്ട് ചെയ്തിട്ടുണ്ട്? ACൻ്റെ അവിടെ പോയി ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ആ E എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും അവർ പറയണേ? ACയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ബൈസെക്ട് ചെയ്യാന്ന് ചേർത്ത് എന്താ ഇവിടെ ഇരിക്കണുണ്ടോ? ബൈസെക്ട്സ് ദ തേർഡ് സൈഡ് അല്ലേ? ഇവിടെ ഏതൊക്കെ സൈഡ് പറഞ്ഞു കഴിഞ്ഞു? D ABയുടെ മിഡ് പോയിന്റാണ്. അപ്പോൾ ABയുടെ കാര്യം തീരുമാനമായി. പിന്നെ DE BCക്ക് പാരലാണ്. അപ്പോൾ BC എന്ന് പറയുന്ന സൈഡും കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന സൈഡ് AC അല്ലേ? ആ ACനെ ഈ DE ബൈസെക്ട് ചെയ്യാന്ന് ചേർത്ത് എന്താ? 2 ഈക്വൽ കഷ്ണമായിട്ട് മുറിക്കല്ലേ ACനെ? അഥവാ AE എന്ന് പറയണതും EC എന്ന് പറയണതും ഈക്വൽ ആയിരിക്കും എന്നാണ് അവർ പറയണേ. അതിൻ്റെ മറ്റൊരു മീനിങ് അല്ലേ ഈ ACയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറയണത്. അപ്പോൾ ഇവിടെ പറഞ്ഞ 2 തിയറങ്ങളുടെയും പ്രൂഫ് നിങ്ങൾ അറിയണമെന്നില്ല. ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് തറവാക്കി വെച്ചോളൂ. എന്തെന്നാ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. മിഡ് പോയിന്റ് തിയർ ആണോ ക്വസ്റ്റ്യൻ കിട്ടി അപ്ലൈ ചെയ്യണ്ടേ, കോൺവേഴ്സ് ആണോ അപ്ലൈ ചെയ്യണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് പറയണേ, മിഡ് പോയിന്റ് തിയർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മിഡ് പോയിന്റ് തരും? 2 മിഡ് പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കണുണ്ടോ? 2 മിഡ് പോയിന്റുകൾ എടുത്തു Dയും Eയും. അങ്ങനെയാണെങ്കിൽ അതിനെ ജോയിൻ ചെയ്യണ DE BCക്ക് പാരലൽ ആണെന്നും അതേ DE BCയുടെ ഹാഫ് ആണെന്നും പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. കണ്ടു? ഇവിടേക്ക് വരുമ്പോഴത്തെ അവസ്ഥ എന്താ? ഇവിടെ 2 മിഡ് പോയിന്റ് തരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ജസ്റ്റ് D ഒരു മിഡ് പോയിന്റ് ആണ് പറയുന്നത്. D ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എന്തെന്നാ? AB. ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് D. പിന്നെന്താ പറഞ്ഞേ? ആ മിഡ് പോയിന്റിലൂടെ പോണ ഒരു ലൈൻ സെഗ്മെന്റ്, അതിന്റെ പേരാണ് DE. അത് ഏതിന് പാരലായിട്ടാ? അവിടുത്തെ വേറൊരു സൈഡ് BCക്ക് പാരലായിട്ട് വരച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ സൈഡിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് E എന്ന് പറയുന്നത് എന്താവും? അതിൻ്റെ മിഡ് പോയിന്റ് ACയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയതും ഈ എഴുതിയതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നോടി ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാം. അതായത് Dന്ന് മിഡ് പോയിന്റ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര മിഡ് പോയിന്റ്സ് തരണം? 2 എണ്ണം. അതാണ് ഇവിടെ എഴുതിക്കണേ. ശരിയല്ലേ? 2 മിഡ് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെന്റ് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആണെന്നും മൂന്നാമത്തെ പകുതിയാണെന്നും പറയാം. ഓക്കെ, അതോടൊപ്പം കോൺവേഴ്സിലോട്ട് വരുമ്പോഴത്തെ അവസ്ഥ എന്താ? കോൺവേഴ്സിൽ ജസ്റ്റ് ഒരു മിഡ് പോയിന്റേ തന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്താ തന്നാക്കണേ? ആ മിഡ് പോയിന്റിൽ കൂടെ പോകുന്ന ഒരു പാരലൽ ലൈൻ.
കണ്ടു. അപ്പോൾ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം തിരിച്ചറിയാനായിട്ട് ഒരു മിഡ് പോയിന്റും തരും, ആ മിഡ് പോയിന്റിൽ കൂടെ പോണ രീതിയിൽ ഒരു പാരലൽ ലൈനും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ മൂന്നാമത്തെ സൈഡിനെ മീറ്റ് ചെയ്യണ പോയിന്റിൽ കിട്ടണ ഇ എന്ന് പറയുന്നത് എന്താവും അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് ഈ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ ഡി മിഡ് പോയിന്റ് ആണ്, ഡി ഈ ബി സിക്ക് പാരലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇ എന്ന് പറയുന്ന പോയിന്റ് എ സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞങ്ങനെ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ചെയ്യാൻ പോണത്. ഓക്കെ.